നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ BJPയുടെ നാഷണൽ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ കൗതുകരമായിട്ട് തോന്നി. അടുത്ത ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് വരാൻ ക്ഷണിച്ചിരിക്കുന്നു. അതായത് അവരും അംഗീകരിച്ചോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത 5 വർഷവും തുടരുമെന്ന്? സത്യത്തിൽ അത് മോദി പറഞ്ഞത് വായിച്ചപ്പോൾ ഞാൻ ധാരാളം ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇത് നോക്കി, ഈ മുഴുവൻ പ്രസംഗവും കിട്ടാൻ വേണ്ടിയിട്ട്. അത് ശരിക്കൊരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊരു മുദ്രാവാക്യം പോലെ, ആ ഹിന്ദി വാചകം എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, എന്നാലും മോദി വിൽ റിട്ടേൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ BJPയുടെ മുദ്രാവാക്യമായിട്ട് തന്നെ വരാം എന്ന് തോന്നുന്നു. മോദി വിൽ റിട്ടേൺ എന്ന് വിദേശ രാഷ്ട്രങ്ങൾ പറയുന്നു. അവർക്കറിയാം അത്. അതുകൊണ്ട് സകല സംവിധാനങ്ങളും ഉണ്ടല്ലോ, എല്ലാ എംബസികളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നില്ലേ. അതുപോലെ അവിടെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞ്, ഇന്ത്യ മാത്രമല്ല ലോകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമായിട്ട് മോദി തന്നെ പറയുണ്ടായി, ഞാനാണ് തിരിച്ചു വരിക എന്നുള്ളത്. അദ്ദേഹം അല്ലാന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈ, ഓഗസ്റ്റ്, അതെ അതെ, കോൾ ഷീറ്റ് പിന്നെ നേരത്തെ ജനം കൊടുത്ത പോലെയാണ്. അപ്പൊ അദ്ദേഹം അതിൻ്റെ അകത്ത് ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ എന്ന് പറഞ്ഞാൽ, ഇനി വരാൻ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിടവാങ്ങൽ ഈ മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് രസമാണ്. അതിലെന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിലൊരു പ്രാധാന്യമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇനി രാജ്യത്തിന് ചെറിയ സ്വപ്നങ്ങൾ പോരാ, നമ്മൾ വലിയ സ്വപ്നങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രാപ്തിയായി ഇന്ന്. വി ആർ മെച്വർ ഇനഫ് ടു ഡ്രീം ബിഗ് ആയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 100 ദിവസം, ഇനിയുള്ള 100 ദിവസം, ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഡേറ്റൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന വിധത്തിലാണ് ഈ പ്രസംഗം കിടക്കുന്നത്. ഇനിയുള്ള 100 ദിവസം നിങ്ങൾ വീട് എന്തരം കയറിയിറങ്ങുന്ന, ബന്ധം ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? വികസിത് ഭാരത് എന്നുള്ള ഇതാണ്. അതായത് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്, അണ്ടർ ഡെവലപ്ഡ് അങ്ങനെയൊക്കെ പറയുമല്ലോ. വികസ്വര രാജ്യം എന്ന് പറയും, ഡെവലപ്പിംഗ് കൺട്രി. ഇത് വികസിത് ഭാരത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നില്ലേ? നമ്മൾ 3-ാം സ്ഥാനത്തേക്ക് വരാൻ ജപ്പാന്റെ വീഴ്ച ഒക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രമാണ് വളർച്ച എന്ന് ലോകരാഷ്ട്രങ്ങളും IMF-ഉം ഒക്കെ വേൾഡ് ബാങ്കും ഒക്കെ പ്രവചിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ വികസിത് ഭാരത് എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നേറുന്നത്. നമുക്ക് 400 സീറ്റ് വേണം അദ്ദേഹം പറഞ്ഞു. 400 സീറ്റ് നമുക്ക് NDA മുന്നണിക്ക് വേണം എന്നാണ് പറഞ്ഞത്. BJPക്ക് 370 വേണം, മറ്റുള്ളവർക്ക് 30. അതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. എന്നിട്ട് അദ്ദേഹം ഛത്രപതി ശിവജിയെ ഉദ്ധരിക്കുകയുണ്ടായി. ഛത്രപതി ശിവജി പറഞ്ഞു, അധികാരം നമുക്ക് കിട്ടിയാൽ അത് ആഘോഷിക്കണം എന്ന് ഛത്രപതി ശിവജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മോദി പറഞ്ഞു. പക്ഷേ എനിക്കത് ആസ്വദിക്കാനുള്ളതല്ല, അത് രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് അധികാരം. അത് പലരും ഈ മാർക്സിസ്റ്റുകൾ ഒക്കെ ഇദ്ദേഹം അധികാരമോഹിയാണെന്നും സമ്പൂർണ്ണാധികാരം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ഒക്കെ പറയാറുണ്ടല്ലോ. അതങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഒരു സ്റ്റേറ്റ്സ്മാനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഛത്രപതി ശിവജിയെപ്പോലും ആ വാചകത്തിൽ തിരുത്തി. ആദ്യം അത് ഓർത്തെങ്കിലും അധികാരം നമുക്ക് കൊണ്ടാടാൻ ഇനിയും കിട്ടും, പക്ഷേ എനിക്കങ്ങനെയല്ല, അത് ആസ്വദിക്കാനല്ല, എനിക്ക് നാടിന് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് സെൽഫ് പ്ലഷർ ഇല്ല, ഐ ഡോണ്ട് ഹാവ് സെൽഫ് പ്ലഷർ. ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചാണ്. എന്താ പറയുക, ആത്മസംതൃപ്തിയോ ആത്മഹർഷമോ അതെ, ആത്മരതി, ഇതൊന്നും എനിക്കില്ല. കറക്റ്റാണത്. അദ്ദേഹം 24 മണിക്കൂറും രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതികൾ, മിഷൻ ശക്തി, അതുപോലെ 1500 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക്, സ്ത്രീകളുടെ ഈ കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അവർക്ക്
15,000 ഡ്രോണുകൾ കൊടുത്തു. ആ കാര്യം അദ്ദേഹം പറഞ്ഞു. 1500 അല്ല, 15,000. അതെ, 15,000 ഡ്രോണുകൾ കൊടുത്തു. അതെ അതെ. അദ്ദേഹം പറഞ്ഞു അയോധ്യയുടെ കാര്യം പറഞ്ഞു. ചെയ്ത വലിയ കാര്യങ്ങളിൽ ഒന്നായിട്ട് രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത് 500 കൊല്ലത്തിന് ശേഷം അദ്ദേഹം ഇനി ഞാൻ പറയാൻ പോകുന്ന അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ആ കൂട്ടത്തിൽ അദ്ദേഹം വർഷം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 500 കൊല്ലത്തിന് ശേഷം നമ്മൾ അയോധ്യ തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ ഇത്രയും വർഷത്തിന് ശേഷം ഗുജറാത്തിലെ പാവഗഡ് മഹാകാളി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ അങ്ങയുടെ ചാനലിലൊക്കെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഈ പാവഗഡ് മഹാകാളി ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരു ദർഗ ഉണ്ടായിരുന്നു. ആ ദർഗ അവിടെ നിന്ന് ഞാൻ ചോദിക്കാനുള്ള കാര്യം, ഇത് ഈ കോവിഡ് കാലത്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതെ അതെ, നമ്മൾ സ്റ്റോറി ഒന്നും ചെയ്തിട്ടില്ല. 2022 ഈ ദർഗ അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചു. എന്നിട്ട് മഹാകാളി ക്ഷേത്രത്തിന് പഴയ പ്രൗഢിയിലേക്ക് ഗുജറാത്തിൽ കൊണ്ടുവന്നു. ആ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ തന്നെ 500 വർഷത്തിന് ശേഷമാണ് ഈ അയോധ്യ പോലെ അതും ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വേറൊന്ന് കർത്താപൂർ സാഹിബ് കോറിഡോർ, ഇടനാഴി, സിഖുകാരുടെ ലാഹോറിലേക്കുള്ളത് വിസ ഇല്ലാതെ 4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ ബാബ നാനക്, ഗുരുനാനാക്കിൻ്റെ പേരിലുള്ള ഗുരുദ്വാരയിൽ നിന്ന് കർത്താർപൂർ ഗുരുദ്വാരയിലേക്കുള്ള തീർത്ഥാടനം അത് നടപ്പാക്കി. പാകിസ്ഥാനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണല്ലോ ഇത് നടപ്പാക്കിയത്. പിന്നെ ആർട്ടിക്കിൾ 370 മറ്റേ കശ്മീരിൻ്റെ അത് കണക്ട് ചെയ്താണല്ലോ 370 സീറ്റുകൾ വേണമെന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. ആ 370 എടുത്ത് കളഞ്ഞു. അത് അദ്ദേഹം മെൻഷൻ ചെയ്തു. പ്രതിപക്ഷത്തിന് അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്തു. കാപഠ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞു. അല്ല, 7 കുടുംബങ്ങളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷമെന്ന് ഇന്നലെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ശരിയാണ്. തമിഴ്നാട്ടിൽ കരുണാനിധി കുടുംബം, ബീഹാറിൽ ലാലുവിൻ്റെ കുടുംബം, നെഹ്റു കുടുംബം, ഇങ്ങനെ 7 കുടുംബങ്ങളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം. അതെ. പിന്നെ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തെലുങ്കാന, ആന്ധ്ര, കാശ്മീർ, ഫറൂഖിൻ്റെ കുടുംബം, അങ്ങനെ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് 7 കുടുംബക്കാരാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു അവർക്ക് വേണ്ടാതിരുന്ന പല സംഗതികളും നമ്മൾ പൊടി തട്ടിയെടുത്തു. നമ്മൾ ദണ്ഡിയിൽ പുതിയൊരു സ്മാരകം ഉണ്ടാക്കി. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഈ അങ്ങ് പറഞ്ഞ കുടുംബങ്ങൾക്ക് ഗാന്ധിയം വേണ്ടായിരുന്നല്ലോ. അതെ അതെ. അപ്പോൾ ഈ ദണ്ഡി സ്മാരകം വെച്ചിട്ട് ഞാൻ ഓർക്കുന്ന അദ്ദേഹം സബർമതി, പിന്നെ സബർമതിയുടെ ഭൂമി പലരും തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഭൂമി ചുരുങ്ങിപ്പോയിരുന്നു. അദ്ദേഹം കുറേയും കൂടിയൊക്കെ ഭൂമി വാങ്ങിച്ചിട്ട് സബർമതി വളരെ ആധുനികമാക്കാനുള്ള ഒരു പദ്ധതി മോദി ആവിഷ്കരിച്ചതിനെതിരെ പ്രതിപക്ഷം കോടതിയിൽ പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സബർമതിയുടെ വികസനം ഈ സർക്കാരിന്റെ മാധ്യമങ്ങളിലൊന്നും വന്നതായി കണ്ടില്ല. ഞാനിതൊക്കെ വായിക്കാറുണ്ട്. അതെയല്ലേ. മറ്റേ ഗോപാലകൃഷ്ണ ഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് സ്റ്റോൾ ചെയ്തിരിക്കുകയാണ്. ഗാന്ധി ലളിത ജീവിതം നയിച്ചതാണ്. ഇങ്ങനെ ഈ ഇത്രയും കോടി, എനിക്ക് തോന്നുന്നു 3000 കോടിയോ വലിയ തുക മുടക്കിയിട്ടാണ് അത് പരിഷ്കരിക്കാൻ പോകുന്നത്. ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ. മോദിയുടെ ഷോ ഒന്നും അല്ലത്, ഗാന്ധിയുടെ ജീവിതം. അതിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്, ഈ കപടമതേതരവാദികള്. ഇതൊക്കെയാണ് നമ്മൾ പുറത്തു കൊണ്ടിരുന്നത്. അത് ഞാൻ കൂട്ടിച്ചേർത്തതാ ഇതില്. പിന്നെ പട്ടേൽ പ്രതിമ അദ്ദേഹം മെൻഷൻ ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഓഗസ്റ്റ് 14 നമ്മൾ പാർട്ടീഷൻ ഹൊറേഴ്സ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു. ഓർക്കണമല്ലോ, വിഭജനത്തിന്റെ ദാരുണം ആയ അവസ്ഥ, ഭീതിതമായ ആ ഓർമ്മകൾ. അതുപോലെ നമ്മൾ
നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട്, ഭരണഘടനാ ദിനം കൊണ്ടുവന്നത് ഈ സർക്കാരാണ്. ഈ ഭരണഘടനയ്ക്ക് തുരങ്കം വെക്കുന്നു ഇവർന്നാണല്ലോ കപടമതേതരവാദികൾ പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഇന്ന് ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ആശയങ്ങളൊക്കെ ക്ഷണിച്ചിരുന്നു. സാധാരണ മനുഷ്യരിൽ നിന്ന് 15 ലക്ഷം ആശയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഞങ്ങൾക്ക് നടപ്പാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് മോദി പറഞ്ഞു 15 ലക്ഷം ആശയങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതിൽ പകുതിയും, ഈ 15 ലക്ഷത്തിൽ പകുതി 7.5 ലക്ഷം എന്ന് കൂട്ടുക, അത് 35 വയസ്സിൽ താഴെയുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് മോദിയിലുള്ള പ്രതീക്ഷയാണല്ലോ, ആ സർക്കാരിൽ അവർ കാണിക്കുന്ന പ്രതീക്ഷയാണല്ലോ അത് തെളിയിക്കുന്നത് ഇത്രയും പേര്. അപ്പോൾ ഈ മോദി എന്ന് പറയുന്നത്, ഈ സർക്കാർ എന്നൊക്കെ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു 60 വർഷം കൊണ്ട് നമ്മൾ $1 ട്രില്യൺ കൺട്രി ആയിരുന്നു, എക്കണോമി ആയിരുന്നു. അത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്, അതായത് മോദിയുടെ ഭരണം കൊണ്ട് $3 ട്രില്യൺ ഇക്കോണമി ആയിട്ട് വളർന്നു. 11 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ബജറ്റ്, അടിസ്ഥാന സൗകര്യത്തിൻ്റെ ബജറ്റ്. 11 ലക്ഷം കോടി $. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതിപക്ഷത്തിനൊരു വിഷയമേ ആയിരുന്നില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മളെടുത്ത് വൃത്തിയാക്കി എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട്, അഗർത്തലയിൽ, ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ ഈ പുതിയ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഒരു ട്രാഫിക് ലൈറ്റ് സിഗ്നൽ ഉണ്ടാക്കി. അവിടെ ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റുകൾ വന്നപ്പോൾ ജനം അത് കാണാൻ വേണ്ടി വല്ലാതെ ആർത്ത് വന്ന് കൂടിയത്രേ. അതായത് അതുപോലും ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന ത്രിപുരയിൽ, ട്രാഫിക് ലൈറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അസമിൽ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ 2 പ്രഖ്യാപനം, 25,000 കോടി രൂപയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് വരാൻ പോകുന്നു. അവിടെയൊക്കെ ഈ ശരിക്കും ഈ മോദിയുടെ വിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവനായിട്ടുണ്ട്, വിഭജിച്ചല്ല കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. നമ്മൾ ഈ ചിപ്പുകളും കണ്ടക്ടറുകളും ഇല്ലാത്ത, സെമി കണ്ടക്ടറുകളും ഇല്ലാത്തത് കൊണ്ട് ഈ കോവിഡിന് ശേഷം ലോക വാഹന വിപണിയെ ചിപ്പുകളുടെ അഭാവം വല്ലാതെ ബാധിച്ചിരുന്നു. കാറുകൾ ഇറങ്ങാതായി. കൊച്ചു രാജ്യമായ തായ്വാനാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ വരാൻ പോവാ. ഫോക്സ്കോൺ, തായ്വാനിലെ ഫോക്സ്കോണിന്റെ ഉടമസ്ഥന് നമ്മൾ പത്മഭൂഷൺ കൊടുത്തു. നമ്മുടെ മാധ്യമങ്ങളൊന്നും വന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യ പത്മഭൂഷൺ കൊടുത്തതെന്ന് അത് ഈ പറഞ്ഞ പോലെ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നില്ല. ഒന്നും പറഞ്ഞു, ഇതൊന്നും നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറയില്ല. അദ്ദേഹത്തിന് ഫോക്സ്കോൺ, അദ്ദേഹം 45,000 പേർക്ക് ജോലി കൊടുത്തിരുന്നു തമിഴ്നാട്ടില്. അതെ, സെമി കണ്ടക്ടർ. അദ്ദേഹത്തിന് പുതിയ ഫാക്ടറി വരാൻ പോവാ, ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇന്ത്യയിൽ വരാൻ പോവാ. അതായത് ഇന്ത്യയിൽ അദ്ദേഹം വേദാന്തയുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ വേദാന്ത കരാറിൽ നിന്ന് താമസിയാതെ തന്നെ പിന്മാറി അദ്ദേഹത്തിന്റെ കമ്പനി. അപ്പോൾ പിന്മാറിയപ്പോ ഈ കപടമതേതരവാദികൾ വലിയ ആഘോഷിച്ചു. അദ്ദേഹം പിന്മാറിയത് സ്വന്തമായിട്ട് തുടങ്ങാനായിരുന്നു. അതെ, വേദാന്തയുമായി ചേരാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അത് വാർത്തയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തത് ഒരു വാർത്തയും, ഒരു എഡിറ്റോറിയൽ പീസ് പോലുമായിട്ട് വന്നില്ല. ഈ ഇന്ത്യ വികസിക്കുന്നതിൻ്റെതായ ഒരു വാർത്തയും കാണുന്നു വരില്ല. ഈ 25,000 കോടിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റിന്റെ വാർത്തയും ഞാൻ കണ്ടില്ല. അതെ, മുഖ്യധാര ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ടായിരുന്നു. മലയാളത്തിലെ വലിയ 20 ലക്ഷം 30 ലക്ഷം ഒക്കെ പറയുന്ന പത്രങ്ങൾ, കോപ്പി ഉണ്ടെന്ന മേനി നടിക്കുന്ന പത്രങ്ങൾ തൊട്ട് ചെറുകിട പത്രങ്ങളിലും ഈ നമ്പർ 1 എന്ന് പറയുന്ന വാർത്താ ചാനലുകളിലും ഇതൊന്നും വാർത്തയാവില്ല. അതെ, നമ്മൾ ഈ വികസനത്തിന്റെ കാര്യം പറഞ്ഞ് ഒരു കുറിപ്പ് ഫേസ്ബുക്കിലോ മറ്റോ ഇട്ടാൽ അതിന്റെ താഴെ കപടമതേതരവാദികൾ പറഞ്ഞിട്ട് അപ്പോൾ മറ്റേ വിശപ്പിന്റെ കാര്യത്തിൽ, ക്ഷാമത്തിന്റെ കാര്യം, അല്ല പട്ടേൽ പ്രതിഭ ഉണ്ടാക്കിയാൽ പട്ടിണി മാറുമെന്ന് ചോദിച്ചില്ലേ? അവിടെ വെച്ചുകൂടെ? അതിന് ചെലവാക്കിയ പൈസയൊക്കെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എത്രയോ കുടുംബങ്ങൾക്ക് 10 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടി അവിടെ, നേരിട്ടും അല്ലാതെയും. അതുപോലെ അയോധ്യ ക്ഷേത്രത്തിന് സർക്കാരല്ല ചെലവാക്കിയത്. എന്നാലും എന്തൊരു വികസനമാണ് അത്. ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് വരാൻ പോകുന്നത്, ടൂറിസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയാൻ നമുക്ക് വരാൻ പോകുന്നു. ഏതായാലും ഭാവി ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഒരു ചിത്രമാണ്, നഖചിത്രമാണ് നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക്
പതിയെ നടന്നു കയറുകയാണ്. അത് ലോകരാജ്യങ്ങൾ ആകെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയെ അതിനുശേഷമുള്ള മാസങ്ങളിൽ തങ്ങളുടെ രാജ്യത്തേക്ക് വരാൻ ഇപ്പോഴേ മത്സരിച്ച് ഓരോ രാജ്യങ്ങൾ പ്രധാനമന്ത്രിയായി തന്നെ ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഓരോ ഭാരതീയനെയും അഭിമാനപുളകിതരാക്കേണ്ട വസ്തുതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.